പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മുടെ പിഞ്ചു കുട്ടികൾ അവർ വിശുദ്ധ ഖുർആനിലെ ഏത് ഭാഗത്ത് നിന്ന് നമ്മൾ മറിച്ചു കൊടുത്തു കഴിഞ്ഞാലും ഓതാൻ റെഡിയായി നിൽക്കുന്ന, നമ്മളൊക്കെ വളരെ എക്സൈറ്റഡായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവരെ കൊണ്ട് ഓദിപ്പിക്കാം. ശേഷം ഒട്ടേറെ പരിപാടികൾ വേറെ ഇതിൻ്റെ അണിയറയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെയും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഇതുവരെയുള്ള പ്രോഗ്രാമുകൾ തിരൂർ അൽഫിത്രയുടെ ഭാഗമായി പുറത്തിറങ്ങിയിട്ടുള്ള കുറേ വിദ്യാർത്ഥികൾ, കുരുന്നുകൾ, അതിലൊക്കെ പുറത്തു വന്നിട്ടുള്ള പ്രതിഭകളെ അവരുടെ വിജ്ഞാനങ്ങളെക്കുറിച്ചും അവരുടെ അറിവിനെക്കുറിച്ചുമൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ഞാൻ. പലരും ഇന്ന് എൻ്റെ സ്റ്റുഡൻസായി എൻ്റെ മുമ്പിൽ ഇവിടെ കാണുമ്പോഴും സന്തോഷമുണ്ട്. അവരൊക്കെ തിരൂർ അൽഫിത്രയുടെ പ്രൊഡക്ട്സ് ആണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ സമയം അധികം വൈകിപ്പിക്കുന്നില്ല. ഖത്മുൽ ഖുർആനിൻ്റെ സെഷനുകളാണ്, തിലാവയാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ഓരോ കുട്ടികളെയും ഓദിപ്പിക്കാം. എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? പാരൻസിൻ്റെ ഒരു സപ്പോർട്ടാണ് ഈ വിഷയത്തിൽ നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. കുട്ടികൾ എവിടെ നിന്നും ഓതുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മനിർവൃതി അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. മാത്രമല്ല, നമ്മുടെ വീട്ടിൽ അൽഫിത്രയിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലാത്ത അത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാകുമ്പോൾ രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ വിഷയങ്ങൾ ബോധ്യപ്പെടും. കാരണം മറ്റുള്ള കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത ആ ഭാഗങ്ങൾ മാത്രമാണ് അവർക്ക് അതെന്നെ കാണാതെ ഓതുന്ന രീതിയൊക്കെ ഉണ്ടാവുള്ളൂ. നോക്കി ഓതാൻ ഈ പ്രായത്തിൽ കുട്ടികളെ പ്രാപ്തമാക്കിയ ഈ അൽഫിത്രയിലെ അധ്യാപകർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അത് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള രക്ഷിതാക്കളായി എൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം പ്രാർത്ഥനകളും അഭിനന്ദനങ്ങളൊക്കെ നേരുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മോളെ പേരൊന്ന് ചോദിച്ചു നോക്കാം. ഹൈറയാണ് ആദ്യമായിട്ട് പാരായണം ചെയ്യുന്നത്. ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു ഭാഗം മറച്ചു കൊടുക്കാൻ പോവാണ്. ഹൈറ ഈ ഭാഗം ഒന്ന് ഓതുക. വല്ലാഹു അൻസല മിനസ് സമാഇ മഅൻ ഫഅഹ്യാ ബിൽ അർള ബഅദ മൗതിഹാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യസ്മഊൻ. ഓക്കേ, മാഷാ അല്ലാഹ്. ഇനി നമുക്ക് അടുത്തത് മോൻ്റെ പേര് ചോദിച്ചു നോക്കാം. ആദം അയാൻ. ആദമാണ്, ആദം അയാനാണ് ഓതുന്നത്. ഇൻഷാ അല്ലാഹ്. ഞാൻ എനിക്ക് തോന്നുന്നൊരു പേജാണ് എടുത്തത് കേട്ടോ. ഓക്കെ, ഇത് ഓദിക്കും. ولخل جنته وهو طالع لنفسه قال ما أنت في هذا മാഷാ അല്ലാഹ്, വെരി ഗുഡ്. ഇവര് അതിൻ്റെ എല്ലാ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് പാരായണം ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് മോൻ്റെ പേര് ചോദിച്ചു നോക്കാം. ഓക്കെ. يوم تجد كل نفس ما عملت من خير محضرا وما عملت
العباد. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറ. ഇനി നിങ്ങൾ ഓതുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ട് ഓതിക്കോളൂ കേട്ടോ. ഓക്കെ, മോളെ പേര് പറയും. കിൻസ മറിയം. ഓക്കെ, മൈക്ക് പിടിച്ചോ. ഈ സൂറത്തൊന്ന് ഓതിക്കേ. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ. മാഷാ അല്ലാഹ്, ജസാക്കില്ലാഹു ഖൈറ. ഓക്കേ, ഇനി നമ്മൾ ഈ ഭാഗത്ത് കുറച്ച് ആളുകൾ ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? റിയാനോട് ചോദിക്കുകയാണ്. റിയാന്റെ ഇതൊന്ന് മേടിക്കാം. ഓക്കെ, ബിസ്മി കേട്ടാ. റിയാനാണ് ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. വല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി ലനുകഫിറന്ന അൻഹും സയ്യിആതിഹിം വലനജ്സിയന്നഹും അഹ്സനല്ലദീ കാനൂ യഅമലൂൻ. ഓക്കെ, പ്രിയപ്പെട്ടവരെ, സൂറ അൽ അങ്കബൂത്തിലെ ഒരായത്താണ് റയാൻ ഓതിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് മോളോട് ചോദിക്കാം. മോളെ പേര്? ഓക്കെ, ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. كذبت قوم لوط المرسلين إذ قال لهم أخوهم لوط ألا تتقون. മാഷാ അല്ലാഹ്, ജസാക്കില്ലാഹു ഖൈറ. ഇനി ഇതാ ആദം സൗഫീഖാണ് അല്ലേ? ആദം സൗഫീഖ്. ഓക്കെ, ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. വമാ യസ്തവിൽ ബഹ്റാനി ഹാദാ അസ്ബുൻ ഫുറാത്തുൻ സാഇഉൻ ശറാബുഹു വഹാദാ മിൽഉൻ ഉജാജ്. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറ. വളരെ നന്നായിട്ടാണ് ഓരോരുത്തരും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോൻ നേരത്തെ മോനോദ്യ. ഓക്കെ, ഇനി ആരാണ്? മുഹമ്മദ്. ഓക്കെ, മുഹമ്മദ് അലൻ മൈക്ക് പിടിക്കൂ. മുഹമ്മദ് അലന് സൂറ യാസീനിലെ ആയത്താണ് ഓതാനുള്ളത്. വമാ അൻസൽനാ അലാ ഖൗമിഹി മിന ബഅദിഹി മിൻ ജുൻദി മിനസ് സമാഇ വമാ കുന്നാ നസീലീൻ. ഓക്കെ, മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറ. ഓഡിയൻസ് ഇവര് ഓതുന്നതൊന്നും വലിയ കാര്യമാക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. പരമാവധി നമ്മളെ കുട്ടികൾ അവര് ഖത്മ് ചെയ്ത ഭാഗങ്ങളിൽ നിന്ന് എവിടെ നിന്ന് ചോദിക്കുമ്പോഴും ഒരു ഈ പ്രായത്തിൽ ഓതുന്നത് കാണുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. അത് നിങ്ങളുടെ കൈകൾ പരസ്പരം ഉരസി അതിൻ്റെ ശബ്ദ ധ്വനികളിലൂടെ മറ്റ് ഈ ഓഡിറ്റോറിയത്തെ പ്രകമ്പനം കൊള്ളിക്കാൻ കൂടി കാരണമാക്കി തീർക്കേണ്ടതുണ്ട്. ഓക്കെ, മോളാണിഞ്ഞ് ഓതാൻ പോകുന്നത്. മോളെ പേര്? മറിയം ആണ്. ഓക്കെ, മറിയം ഓതുന്നത് സൂറ നഹ്ലിലെ ആയത്താണ്.
تأتي كل نفس تجادل عن نفسها وتوفى كل نفس ما عملت وهم لا يظلمون. ഓക്കേ, ജസാക്കില്ലാഹു ഖൈറ. ഇവിടെ നമ്മൾ ഒരായത്ത് ഒക്കെയാണ് ഇവർ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുന്നത്. എനിക്ക് ഇവരുടെ പെർഫോമൻസ് കാണുമ്പോൾ കൂടുതൽ ആയത്തുകൾ കേൾക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ അണിയറയിൽ വേറെ കുറേ പ്രോഗ്രാമുകൾ ഉള്ളതുകൊണ്ട് ഇതിന് നിശ്ചിതമായ സമയമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഫാസ്റ്റാക്കി പോകുന്നത്. ഇനി മോൻ്റെ പാരായണമായാലും മുആദല്ലേ? മുആദാണ്, ഞാൻ ഗസ് ചെയ്താണല്ലോ. ശരിയായില്ലേ? ഓക്കേ, മുആദ് 2 ആയത്ത് ഓതിക്കോട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. كذبت قوم لوط المرسلين إذ قال لهم أخوهم لوط ألا تتقون. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഓരോ ഭാഗങ്ങളും ഇവര് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ നിയമങ്ങളും ശ്രദ്ധിക്കാൻ അവര് പ്രത്യേകം ആ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ഞാൻ അതാണ് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞങ്ങൾക്കും അത് ബോധ്യപ്പെടും. പേര് ഹിസാ തസ്നീം. ഇസാ തസ്നീം. ഇസാ തസ്നീം ആണ് ഇനി പാരായണം ചെയ്യുന്നത്. സൂറ അൽ കലം, സൂറത്തുൽ കലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ വൽ ഖമരി വമാ യസ്തുറൂൻ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ജസാക്കില്ലാഹു ഖൈറ. അപ്പം അതും നമ്മൾ ഓരോന്നിങ്ങനെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടുന്നൊക്കെ ഓതുമ്പോൾ അല്ലേ, എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും പാരായണം ചെയ്യുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ്. ആയിഷ റൈഫാണോ? എന്നിട്ട് എന്താ ഒന്നും പറയാത്ത? മൈക്കിലൂടെ എല്ലാവരും എന്താ കേൾക്കുന്നത്? മോൾ ഓക്കെ. ഇനി മോൾക്ക് നമ്മൾ തരാൻ പോകുന്നത് ഓക്കെ, വലക്കത് സർറഫ്ന. لقد صرفنا في هذا القرآن للناس من كل مثل وكان الإنسان أكثر شيء جدلا. മാഷാ അല്ലാഹ്, ജസാക്കില്ലാഹു ഖൈറ. ഓക്കെ, ഇനി നമുക്ക് ഈ സൈഡിലേക്ക് തന്നെ പോവാം അല്ലേ. മുഹമ്മദ് ഹാസിമിന് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഭാഗം ഈ ഭാഗമാണ്. സൂറത്തുർ റൂമിലെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅമ്മല്ലദീന കഫറൂ وكذبوا بآياتنا ولقاء الآخرة فأولئك في العذاب محضرون. ഓക്കെ, മുഹ്ദറൂൻ. മാഷാ അല്ലാഹ്, വെരി ഗുഡ്, അഹ്സൻത. ഇനി മോളെ പേര് പറ. ഐമൽ മറിയം. ഐമൽ മറിയമാണ് അല്ലേ? ഐമൽ മറിയമാണ് ഇനി പാരായണം ചെയ്യാൻ പോകുന്നത്. ചെറിയ സൂറത്തുകളൊക്കെ കിട്ടുന്നുണ്ടോ നോക്കല്ലേ. ഇതൊന്ന് പാരായണം ചെയ്യൂ, സൂറത്തു തഹ്രീമിലെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക
لك تبتغي مرضات أزواجك والله غفور رحيم. ജസാക്കില്ലാഹു ഖൈറ. മാഷാ അല്ലാഹ്, വെരി ഗുഡ്. ഇനി അടുത്തത് മോളല്ലേ? ഇനി പേര് പറയൂ. അസ്മിൻ ജഹാൻ. ഉറക്കെ പറയൂ. അസ്മിൻ ജഹാൻ. ഓക്കെ, എന്നാൽ എല്ലാം നിങ്ങൾക്ക് അറിയുന്നോണ്ട് ഞാൻ എവിടുന്ന ഇനി ചോദിക്കുക. വലിബുയൂതിഹിം അബ്വാബൻ വസുറുറൻ അലൈഹാ യത്തക്കിഊൻ. ജസാക്കുമുല്ലാഹു ഖൈറൻ. മാഷാഅല്ലാഹ്. ഹസ്ബുക്. വഇൻ കുല്ലു ദാലിക ലമ്മാ മതാഉൽ ഹയാത്തിദ് ദുനിയാ വൽആഖിറതു ഇൻദ റബ്ബിൽ മുത്തഖീൻ. ഓക്കെ, ജസാക്കില്ലാഹു ഖൈറ. മാഷാഅല്ലാഹ്. ഇനി അടുത്ത സയാനൊന്ന് ഈ ആയത്തൊന്ന് ഓദിക്കേ. അറിയോ നോക്കട്ടെ. സൂറത്ത് യൂസുഫിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ ജഹസഹും ബിജഹസിഹിം ജഅല السقاية في رحل أخيه ثم أذن مؤذن أيتها العير إنكم لسارقون. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറ. അപ്പോൾ ഇവര് ഓരോ കുട്ടികളെയും വിളിക്കുന്ന സമയത്ത് അവര് പറയുന്നുണ്ട് ഏത് സൂറത്താണ് നമ്മൾ മറിച്ചത്, ആ സൂറത്താണ്, ഉഷാറാക്കിക്കോന്നൊക്കെ ഇവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് കേട്ടോ. വലിയ അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. ഇനി നമുക്ക് നൂർ ഫജ്ർ. നൂർ ഫജ്ർ ഉഷാറാക്കൂലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് സമിഅല്ലാഹു ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകീ ഇലല്ലാഹി വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. ഹസ്ബുക്. മാഷാ അല്ലാഹ്, ജസാക്കില്ലാഹു ഖൈറ. വെരി ഗുഡ്. നൂർ ഫജ്ർ നന്നായി ഓതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് മോന്റെ പേര് അസാൻ. ആയിട്ട് وقالوا كونوا هودا أو نصارى تهتدوا قل بل ملة إبراهيم حنيفا ما كان من المشركين. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറ. എല്ലാവരും ഒന്ന് ഉഷാറായിട്ടോ. എല്ലാവരും ഉഷാറായി. ഇവര് ഇനി കുറേ പ്രോഗ്രാമുകൾ വരാനുള്ളതാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇവർക്കൊക്കെ ആവശ്യം. ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ യമീൻ അല്ലേ മോളെ പേര്? യമീനാണോ? മാഷാ അല്ലാഹ്. فكان عاقبتهما أنهما في النار خالدين فيه وذلك جزاء الظالمين. മാഷാ അല്ലാഹ്, ജസാക്കില്ലാഹു ഖൈറ. അടുത്തത് ഇനി ഇവിടെ നമ്മുടെ ആരാണ് പാരായണം ചെയ്യുന്നത്? മുഹമ്മദ് അസ്ലം. ആ, മറിയം അടുത്തത് പാരായണം ചേട്ടാ. ذلك بأنهم شاقوا الله ورسوله ومن يشاق الله فإن الله شديد العقاب. മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈറ. ഇനി മറിയമാണ്
ഓതുന്നത് മറിയം CMA. മറിയമിൻ്റെ പേരൊന്ന് ഉറക്കെ പറഞ്ഞേ. മറിയം CMA. ഓക്കേ. സൂറത്തു ശുഅറായിലെ ആയത്ത്. فلما تراءى الجمعان قال أصحاب موسى إنا لمدركون. ജസാക്കില്ലാഹു ഖൈറ. മാഷാ അല്ലാഹ്. വളരെ അത്ഭുതങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഇനി ഐമൻ ആണ് ഇനി പാരായണം ചെയ്യാൻ പോകുന്നത്. أتى أمر الله فلا تستعجلوه سبحانه وتعالى عما يشركون. ഹസ്ബുക്. ജസാക്കുമുല്ലാഹു ഖൈറ. എല്ലാവരും ഒന്ന് ഉഷാറായിക്കോളിട്ടാ. ഇനി നമുക്ക് വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ തിലാവ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളൂ. ഇല്ല, ഓക്കെ. മൈക്ക് പിടിച്ചു. മൈക്ക്. ഐസിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് സൂറ മാഇദയിലെ ഒരായത്താണ്. ഐസിന് ഓതും നമുക്ക് നോക്കാം. وَإِذَا قِيلَ لَهُمْ تَعَالَوْا إِلَى مَا أَنزَلَ اللَّهُ وَإِلَى الرَّسُولِ قَالُوا حَسْبُنَا مَا وَجَدْنَا عَلَيْهِ آبَاءَنَا لو كان آباؤهم لا يعلمون شيئا ولا يهتدون. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. വലിയൊരു ആയത്താണ്. ഐസിൻ അല്ലേ? ഐസിൻ പാരായണം ചെയ്തത്. മോള് നേരത്തെ പാരായണം ചെയ്താ? ഓക്കെ. നസ്മിയാണ് ഇനി ഓതാൻ പോകുന്നത്. നസ്മിക്ക് നമ്മൾ കൊടുക്കുന്ന ആയത്ത് സൂറ അൽ അൻആമിലെ ആയത്താണ്. ذلك أن لم يكن ربك مهلك القرى بظلم وأهلها غافلون. മാഷാ അല്ലാഹ്, ജസാക്കില്ലാഹു ഖൈറ. ഇനി അടുത്തത് ആരാ? ഐറിനാക്കിയാലോ അല്ലേ? സൂറ മറിയമിലെ ഒരായത്താണ് ഇനി പാരായണം ചെയ്യുന്നത്. മാഷാ അല്ലാഹ്, ജസാക്കില്ലാഹു ഖൈറ. ഇനി ആകെ എത്ര പേരാ ഇനി ഓതാൻ ബാക്കിയുള്ളത്? മോൻ മാത്രമല്ല ഇനി ബാക്കിയുള്ളൂ. നീ ഓതിയോ? യെസ്. ഇസിയാൻ മുഹമ്മദ്. ഓക്കെ. ഇസിയാൻ അപ്പൊ രണ്ടാളുണ്ട് അല്ലേ? നേരത്തെ സോറി, അപ്പൊ എനിക്ക് തെറ്റിയതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാഖ മൽഹാഖ വമാ അദ്റാക മൽഹാഖ كذبت ثمود وعاد بالقارعة فأما ثمود فأهلكوا بالطاغية. ഹസ്ബുക്. വെരി ഗുഡ്. അഹ്സൻത. അപ്പോൾ നമ്മൾ കുട്ടികളുടെ തിലാവ സെഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സമയത്ത് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളുടെ മുമ്പിലേക്ക് തുറന്നു വെക്കപ്പെടുന്ന പേജ്, ഖുർആനിലെ ആ പേജ് അവർ ഹിഫ്ളാക്കിയിട്ടില്ല. അവർ അതിനു മുമ്പ് അൽഫിത്രയിൽ നിന്ന് എത്ര തവണ, സെവറൽ ടൈംസ് എന്നൊക്കെ അവിടെ പറഞ്ഞല്ലോ, അത്രയും തവണ അവരുടെ
ആ ഓത്തിലൂടെ അവർ ആർജിച്ചെടുത്തിട്ടുള്ള ആ കഴിവിനെ കൈമുതലാക്കി നേരത്തെ ഷിഹാബ് അൻസാരിയൊക്കെ പറഞ്ഞതുപോലെ തഹജ്ജിയിലൂടെയൊക്കെ അവരെങ്ങനെയാണ് അക്ഷരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് കൃത്യമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നോക്കി അങ്ങനെ എന്ത് ചെയ്യാണ്, പാരായണം ചെയ്യാണ്. ഓക്കെ മക്കളെ, ഇനി എല്ലാവരും ഹിഫ്ളിന് റെഡിയല്ലേ? അല്ലേ? എല്ലാവരും ഹിഫുദും പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ ശരി, അത്ഭുതപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇവർ അല്ല. ഹിഫുദിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് പേരുകൾ വിളിച്ച് അവരെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹിഫുദ് നോക്കാം.